പ്രിയമുള്ളവർ, അജിത് ശംഖുമുഖം. ഞങ്ങൾ ഓൾഡ് ഗോവയിൽ നിന്നും അക്കോഡ ഫോർട്ടിലേക്ക് പോകാൻ പോവുകയായിരുന്നു. ഏതാണ്ട് 32 കിലോമീറ്ററോളം സഞ്ചരിക്കണം. പക്ഷേ ഞങ്ങൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു ജങ്കാറിൻ്റെ ഇതുപോലെ കണ്ടു. നേരെ ഒന്നും നോക്കിയില്ല. അവിടെ ചെന്നപ്പോൾ കാണാം ജങ്കാറിൽ ഫ്രീ ആണ്. അപ്പോൾ ബൈക്ക് കയറ്റി, ഞങ്ങളുടെ ബൈക്കുണ്ടല്ലോ ഓൾറെഡി, ബൈക്ക് കയറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആദ്യം ആൾക്കാർ ഇറങ്ങുന്ന ഈ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ജങ്കാറിൻ്റെ പൈസ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇവിടെ ബൈക്ക് മാത്രമേ പോകാൻ പറ്റൂ, കാറുകൾ പോകില്ല. അപ്പോൾ ബൈക്കുകളെല്ലാം കയറ്റി. എൻ്റെത് ഏറ്റവും ലാസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്നത് വലിയൊരു പ്രത്യേക അനുഭവമായിരുന്നു. കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട്, അതായത് ഗോവയിൽ ചെന്നിട്ട് ജങ്കാറിൽ യാത്ര ചെയ്യാമെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അത് അനുഭവിക്കാനുള്ളൊരു വലിയ ഭാഗ്യം കിട്ടി. അപ്പോൾ ഞങ്ങൾ ജങ്കാറിനകത്തോട്ട് വണ്ടി കയറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നല്ലപോലെ ഒന്ന് കണ്ടു നോക്കിയേ. ഏതാണ്ട് ഒരു 400ഓളം വണ്ടികൾ കയറിയെന്നാണ് എൻ്റെ ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത്, ആൾ കയറ്റി കഴിഞ്ഞാൽ ഏതാണ്ട് സ്പേസ് ഒരു 4-5 ബൈക്കിലുണ്ടായിരുന്നു. അവർ വെയിറ്റ് ചെയ്യുന്നതാണ് ഒരു രസം കേട്ടോ. അവരെയും കാത്തവിടെ നിന്ന് കൊണ്ടുപോയി. കാരണം നമുക്കൊന്നും എനിക്കത് നമ്മുടെ കേരളത്തിലൊക്കെ അപ്പോൾ ആളെ കയറ്റുക, അപ്പോൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് അവരുടെ സിസ്റ്റം. അങ്ങനെ ഞാൻ നോക്കിയത് നമ്മുടെ സാറിൻ്റെ കയ്യിൽ ഞാൻ മൊബൈൽ കൊടുത്തു. ഞാൻ കയറി വരുന്നത് സാറൊന്ന് പകർത്തുകയാണ്. ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനും ഗോവയിൽ നിന്ന് ബൈക്കിൽ നിന്ന് അതൊന്നും ഫെറിയിലോട്ട് കയറ്റിയ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കാരണം ഗോവയിൽ വന്നിട്ട് ഇതൊക്കെ ഏതാക്കട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ല. അത് കഴിഞ്ഞിട്ട് ഞാനിനി ഒരു കാര്യം കൂടി ചെയ്യാം. ബൈക്കൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് കാണണം, വലിയ വലിയ ക്രൂസുകൾ ഈ കായലിൽ കിടപ്പുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. എന്തിന് കിടക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ അറിഞ്ഞത് ഒരു പെർ രാത്രിക്കൊക്കെ ഇതിനകത്ത് ഒരുപാട് പൈസയാണ്. 3500, 2000, 500, 1000 വരെ ഓഫറുള്ള ക്രൂസുകളാണ് നമ്മളതായി കാണുന്നത്. ഞാൻ നമ്മുടെ ബോട്ടിൻ്റെ, അതായത് നമ്മുടെ ജങ്കാറിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് പകർത്തി നമ്മൾ നേരെ ഇനി ഒരു കാര്യം ഉണ്ടാകുന്നത്, ആ പേര് കാണുന്നത് അങ്ങോട്ട് കാണുന്നുണ്ട്. അതാണ് ക്രൂയിസ്. കിടക്കുന്ന ക്രൂയിസുകളൊക്കെ ഒരുപാട് കിടക്കുകയാണ്. കാണിച്ചാൽ ഓരോ അങ്ങ് ദൂരെ കിടക്കുന്നു കേട്ടോ. ആ കിടക്കുന്ന ക്രൂയിസാണ്, അതുകൊണ്ട് ആ കിടക്കുന്ന ക്രൂയിസാണ്. ഇതെല്ലാം ഇതിനകത്തെല്ലാം ഉച്ചയ്ക്ക് ഫുഡ്, രാത്രിക്ക് ഫുഡ്, പാക്കേജുകളാണ്. ആരും വന്നാലും ഗോവയെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സത്യം പറയാമല്ലോ, ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ കറങ്ങി നടക്കാം. 2 ദിവസം കൊണ്ട് ഫുൾ ഗോവ കാണാൻ പറ്റും. പിന്നെ ബീച്ചുകളെന്ന് പറയുന്നത് നമ്മൾ നോർത്ത് നിന്ന് തുടങ്ങണം. നോർത്ത് നിന്ന് സൗത്ത് അവസാനിപ്പിച്ചാൽ നോക്കി കാസിനോ ഇതിനകത്ത് 3500 രൂപയെന്നാണ് ഞാൻ കേട്ടത്. നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഇതിനകത്ത് 3500 രൂപ. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു സെൽഫി എടുക്കാൻ നോക്കി. അങ്ങനെ ഞാനും എന്ത് ചെയ്തു, എൻ്റെ സെൽഫി അങ്ങോട്ട് പകർത്തി കേട്ടോ. സെൽഫി പകർത്തിയതിന് ശേഷം ഞാൻ പിന്നെയും വീണ്ടും ക്രൂസുകളോട്ട് പോകും. ക്രൂസുകൾ ഓരോ അങ്ങോട്ട് യാത്ര ചെയ്യും തോറും ക്രൂസുകൾ പുതിയത് കാണുന്നു, ചെറുത് കാണുന്നു. എന്താ ഇത്, ഇങ്ങനെയും ഒരു നഗരമോ? പക്ഷേ അതിന് പ്രത്യേകത ഉണ്ടായി. ഇവിടെ ഒരാളോടും വഴി ചോദിക്കാൻ പറ്റില്ല, ഒരാളും മിണ്ടുന്നില്ല. പരസ്പരം ഒരു കാര്യം പോലും സംസാരിക്കാത്ത ഒരു നാടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗോവയാണെന്ന് തോന്നുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ കാരണം തിരക്കുകളുള്ളതായിരിക്കാം, ഒരുപാട് ഗസ്റ്റുകൾ വരുന്നതുകൊണ്ടായിരിക്കും, ഇവരെ കേട്ട് പറയാൻ മടിയായിരിക്കും. പക്ഷേ ഇവരൊക്കെ വേറൊരു നാട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നോക്കി. അങ്ങനെ ഞങ്ങളുടെ ക്രൂയിസ് അവിടെ ഇറങ്ങി നേരെ ഫ്രണ്ടിൽ കണ്ട ഒരു കടയിലോട്ട് ചാറി കയറി നോക്കിയപ്പോൾ കാണാം വങ്കടത്താലി കിട്ടി കേട്ടോ. ആ വങ്കടത്താലിയും മീൻകറിയും രസവുമാണ് നിങ്ങൾ ഈ കാണുന്നത്. പച്ചക്കറി 120 രൂപയാണ്. ബംഗാളി താലി വരുന്നത് കാരണം ബംഗാളി താലി ചെയ്ത് വന്നിട്ടുള്ള ക്ഷീണവും കാരണം ഇവരെ ഞങ്ങൾ നല്ല പച്ചരി ചോറാണ്. നല്ല പച്ചരി ചോറ്, നല്ല സ്ഥലം. 4 പേരെടുക്കണം, 4 പേരെടുക്കണം. ഇവിടെ കറി അതാണ് നിങ്ങൾ അരച്ചുണ്ടാക്കി
ठीक है मालूम रहा था वहाँ जो मंजिल कराया था मेरे गाँव इसको मैं बम्बई तक छोड़ा നല്ല ചോറ് കിട്ടി കേട്ടോ ट्रेन में चढ़ाया നല്ലതായിരുന്നു और वो फंसाया कहाँ अगर काम करे മീൻ നോക്കാം एक लड़का था वो सो जाता മീനെന്തൊക്കെ ഉണ്ട് എടുക്കുന്നില്ല മീനെന്തോ കിടക്കും സാറേ अभी और बाथरूम बोल रहे हैं किधर है मंदिर तो आया क्या यहाँ पर बोला मैं तो आऊँगा ബങ്കടത്താറി अंगड़ा इधर അയല इधर अभी देखकर बादल भी चला गया ना इकनॉमी का बादल और क्या बोलते हैं वो राजेंद्र भी गया वो भी वहाँ हुई गाँव जानता है ऐसा ഊണ് കഴിച്ച് തിരികെ വരുമ്പോൾ ജങ്കാർ തിരികെ പോകുന്നു ഞങ്ങളും പോവുകയാണ് അക്കോഡ ഫോർട്ടിലേക്ക് ഇനി അടുത്ത കാഴ്ച അക്കോഡ ഫോർട്ടിലേക്കുള്ള കാഴ്ചയാണ് ഒരു ഉഗ്ര കാഴ്ചയുമായി നിങ്ങളോട് വീണ്ടും കാണും കടലണ്ണൻ